പെട്ടെന്നുള്ള വികാരത്തിൻ്റെ പുറത്ത് പൊതുസ്ഥലത്തും റോഡിലുമൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് മലയാളിയുടെ പൊതു സ്വഭാവമായി മാറുകയാണ്. ചെറിയ വാക്കുതർക്കമാണ് അക്രമത്തിലും കൊലപാതകത്തിലും വരെയും കലാശിക്കുന്നത്. പത്തനംതിട്ട റാന്നി മക്കപ്പുഴയിൽ ഒരു യുവാവിനെ വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിനെക്കുറിച്ച് നിങ്ങൾ അറിയണം. ബിവറേജിന് സമീപം പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് റാന്നി സ്വദേശി അമ്പാടിയുടെ ജീവനെടുത്തത്. ആദ്യം സ്വാഭാവിക അപകടമെന്ന് കരുതിയെങ്കിൽ പിന്നീട് പോലീസിൻ്റെ വിശദമായ അന്വേഷണം കൊലപാതക കേസിൻ്റെ ചുരുളഴിച്ചു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ 4 പ്രതികളെയും കൊച്ചിയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. റാന്നി വെബ്കോ മദ്യവിൽപ്പനശാലയ്ക്ക് സമീപം ഞായറാഴ്ച വൈകിട്ടുണ്ടായ സംഘർഷമാണ് പിന്നീട് കൊലപാതകത്തിൽ കലാശിച്ചത്. കൊല്ലപ്പെട്ട അമ്പാടി സുരേഷിന്റെ കൂട്ടുകാരും പ്രതികളുടെ സംഘവും തമ്മിലാണ് വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടായത്. പരസ്പരം ഏറ്റുമുട്ടിയ സംഘം ഇവിടെ നിന്ന് മടങ്ങിയ ശേഷം രാത്രി 8 മണിയോടെ റാന്നി മന്നമരുതിയിൽ വെച്ച് വീണ്ടും ഏറ്റുമുട്ടി. ഇവിടെ റോഡിൽ നിൽക്കുകയായിരുന്ന അമ്പാടി സുരേഷിനെ ഒന്നാം പ്രതിയായ അരവിന്ദും ശ്രീകുട്ടനും അജോയും കാറിലെത്തി ഇടിച്ചു വീഴ്ത്തി ശരീരത്തിലൂടെ വാഹനം കയറ്റിയിറക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മുഖ്യപ്രതി അരവിന്ദാണ് കാർ ഓടിച്ചത്. ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് അരവിന്ദ്. ആദ്യം ബിവറേജസിന് മുന്നിൽ സംഘർഷമുണ്ടാക്കിയ സംഭവത്തിൽ അജോയും അക്സാമുമായിരുന്നു ഉണ്ടായിരുന്നത്. കൊല്ലപ്പെട്ട അമ്പാടി ഉൾപ്പെടെയുള്ളവർ പിന്നീടാണ് എത്തിയത്. കൊലപാതകം നടത്തിയ ശേഷം പ്രതികൾ കാർ ഉപേക്ഷിച്ച് എറണാകുളത്തേക്ക് പോയി. അരവിന്ദ്, ശ്രീകുട്ടൻ, അജോ എന്നിവരെ എറണാകുളത്ത് നിന്നും അക്സാമിനെ റാന്നിയിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത്. അമ്പാടിയെ കാറിടിപ്പിച്ച് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് എത്തിയതെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇവർ എരുമേലിൽ നിന്ന് തിരികെ വന്ന സമയം ഇവർ തമ്മിൽ മന്ദപരിധി വെച്ച് ഫോണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റുണ്ടായി, വെല്ലുവിളികളുണ്ടായി. അപ്പം മന്ദപരിധി വെച്ച് ഇവർ തമ്മിൽ പരസ്പരം കണ്ടപ്പോൾ അടിപിടി കൂടി. അതിനുശേഷം ഇതിലൊന്നാം പ്രതി കാറുമായിട്ട് പോയി തിരികെ വന്നപ്പോൾ റോഡിൽ സൈഡിൽ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന ഈ മരണപ്പെട്ട ആളെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അറസ്റ്റിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും. നേരത്തെ സമാനമായ രീതിയിൽ സംഘം തിരിഞ്ഞുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾക്ക് കൊലപാതകവുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കും. ന്യൂസ് 18 പത്തനംതിട്ട.